ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് മക്കളെ അടുത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് വരുന്നത്. മൂന്നാമതൊരാളും കൂടെ ഉണ്ട്, വരും. തിരക്കിലാണ്. സോ മക്കളെ, ഞങ്ങൾ വന്നത് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അറിയാം, എക്സാം ഇങ്ങനെ അടുത്തെത്തി. ഇനി വെറും 18 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സാമിനേഷൻ ആക്ച്വലി വരുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്റർ ഏതാ ചോദിച്ചാൽ അത് സബ്ജക്ട് മറ്റൊന്നുമല്ല, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് എന്നാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ പേർക്ക് പേടിയുള്ള സബ്ജക്റ്റും കൂടെ ഏതാണ്? സോഷ്യൽ സയൻസ്. ഞാൻ കേട്ടെടുത്തോളം ഏകദേശം 6 ചാപ്റ്റർ ഉണ്ട്. 6 ചാപ്റ്ററിൽ ഏകദേശം 100-ലധികം പേജുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ ജിയോഗ്രഫിയുടെ കാര്യത്തിലാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ഏകദേശം 28 പേജുകൾ വരുന്ന ചാപ്റ്റർ ആണ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതുപോലെ തന്നെയാണ് എല്ലാ ഏരിയാസും നമുക്ക് ആക്ച്വലി വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അഥവാ കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ പഠിക്കണം, ഏത് രീതി പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, എന്താണ് അത് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് പ്ലാൻ പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. മക്കൾ ഒരൊറ്റ കാര്യം ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് കാണാം. എന്താണ് ഞങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. സോ ഫൈസൽ സർ, ഞാൻ ചോദിക്കട്ടെ, ജോഗ്രഫിയിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഈ പ്രാവശ്യം ഓൺ എക്സാം ഉള്ളത്? ജോഗ്രഫിയിലുള്ളത് 1, 2, 4 ചാപ്റ്റേഴ്സുകളാണ് എക്സാമിനേഷനിൽ. ഈ മൂന്നാമത്തെ ചാപ്റ്റർ വരെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, മൂന്നാമത്തെ ചാപ്റ്ററിന് എക്സാമിന് ഉണ്ടാവില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതാണ് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ, ഇത് മൂന്നും ശരിക്കും ജിയോഗ്രഫിയുടെ ഭാഗമാണ്. എന്നാൽ നാലാമത്തെ ചാപ്റ്റർ എക്കണോമിക്സിന്റെ ഭാഗമാണ്. ശരിക്കും എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ നോക്കുന്ന സമയത്തും അവിടെ ജിയോഗ്രഫിയിൽ നിന്നും ചോദ്യം വേണം, എക്കണോമിക്സിൽ നിന്നും ചോദ്യം വേണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 1, 2, 4 ചാപ്റ്റേഴ്സുകൾ. മൂന്നാമത്തെ ചാപ്റ്റർ ആക്ച്വലി സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഈ സമയത്ത് തന്നെ ഒരുപാട് മക്കൾ എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ എസ്എ ക്വസ്റ്റ്യൻ എന്തായാലും സോഷ്യൽ ഉണ്ടാവും. ലാസ്റ്റ് 2 ചോദ്യങ്ങൾ, അവസാനത്തെ ജിയോഗ്രഫിന്ന് ഒരു 2 എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ ഹിസ്റ്ററിയിൽ നിന്ന് 2 എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈസൽ സാറേ, ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ഇപ്പൊ തന്നെ അവർക്ക് ഒരു ക്ലൂ കൊടുക്കുന്ന പോലെ ഞാൻ ചോദിക്കാണ്, ഹിസ്റ്ററിയിൽ നിന്ന് ഏത് ചാപ്റ്ററിനായിരിക്കാം ഈ വർഷത്തെ എസ്എ വരാൻ ചാൻസ്? ഈ വർഷം ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെന്ന് നമുക്ക് ഒരു ജിയോഗ്രഫിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് ഒരു എസ്എ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട്. ഏതായിരിക്കാം, ഏതൊക്കെ പോർഷൻസ് ആയിരിക്കാം? അത് മിക്കവാറും നമ്മളെ ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ആയിരിക്കാനാണ് മാത്രം പറഞ്ഞു. ബാക്കി നമുക്ക് പിന്നെ പറയാം. അങ്ങനെ രണ്ടാമത്തെ എസ്സേയും കൂടെ വേണോ? രണ്ടാമത്തെ എസ്സേ ഒന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ എസ്സേയുടെ ചാപ്റ്റർ ഇപ്പേ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോക്കി വെച്ചോ. അത് മിക്കവാറും വരാൻ ചാൻസസ് ഉള്ളത് നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ ചാപ്റ്ററിന് എസ്സേ വരാനാണ് സാധ്യത. ഇതൊരിക്കലും കൺഫേംഡ് അല്ല, കാരണം ഒരിക്കലും ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഒരു പ്രോബബിലിറ്റി ചാൻസസ് ഏറ്റവും കൂടുതലാണ്. എന്നാൽ ഹിസ്റ്ററിയുടെ ഭാഗത്ത് എങ്ങനെയാ വരിക? ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഒരു പക്ഷേ ഏറ്റവും നന്നായിട്ട് എന്റെ മക്കൾ പഠിക്കാൻ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും പഠിച്ചതും ഒന്നാമത്തെ നന്നായിട്ട് പഠിച്ച ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. കാരണം ആദ്യത്തെ പാഠമാണല്ലോ ഹ്യൂമാനിസം എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ കയറിയ ഉടനെയുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നന്നായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ചാപ്റ്റർ തന്നെയാണ് എസ്സേ വരാൻ ചാൻസസ് ഉള്ളത്. ഉറപ്പിച്ചോ, ഞാൻ പറയുന്നു ഈ വർഷത്തെ ഒരു 6 മാർക്കിന് ചോദ്യം, ആ ചാപ്റ്ററിൽ 15 മാർക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനൊരു 6 മാർക്കിന് ഒരു എസ്സേ ചോദ്യം കാണുന്നത് നമ്മളെ വൈ റിനൈസൻസ് ഓഫ് ഇറ്റലി. അതൊക്കെ നന്നായിട്ട് പഠിച്ചേക്കാം. ഇത് 2-3 ഹിന്റ് തരും. ഒന്നെങ്കിൽ സിറ്റിയിൽ നിന്ന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രൂസൈഡ്സ്, അല്ലെങ്കിൽ 2 ഹിന്റ്സ് വന്നിട്ടായിരിക്കാം വരാം. സമയമുണ്ടല്ലോ. മാത്രമല്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കിയേക്കാം, അതിന് എന്തായാലും ഒരു ടേബിൾ ഉണ്ടായിരിക്കും. അത് 100% ഉറപ്പാണ്. അവിടെ ടേബിളിന്റെ കാര്യം സാർ പറയാം. എനിക്ക് ഈ പ്രാവശ്യം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സമഗ്രയുടെ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഔട്ട് വിട്ടിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ശരിക്കും നമ്മൾ CBSE പഠിപ്പിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനുകളിലേക്ക് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. മക്കൾക്ക് സമഗ്രന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കുക. ഞാൻ അതിൽ 8 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് പറഞ്ഞുതരാം. അഥവാ ഒരു കലാകാരൻ ഇറാസ്മസ്, നിങ്ങൾ ജസ്റ്റ് ഒരാൾ എടുക്കാം. ഇറാസ്മസിന്റെ ചിത്രങ്ങൾ ആധുനിക കാലത്ത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു, അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ CBSE ലെവലിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു രീതിയിലേക്ക് ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ, ശരിക്കും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് 4 മാച്ച് ദ ഫോളോയിങ്, ABCD ഉണ്ടായിരിക്കും. അത് മാച്ച് ചെയ്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടും സാറേ? 4 മാർക്ക്. പക്ഷേ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത് മേ ബി 1 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ളത്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ, നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ഓപ്ഷനുകൾ പിക്ക് ചെയ്യാന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് അതിന്റെ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് വീഡിയോസുകൾ വരുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ട് പറഞ്ഞും. പിന്നെ മാപ്പ് ക്വസ്റ്റ്യൻ, അതും കൂടെ മാപ്പ് ഈ പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. സാധാരണ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് മാപ്പ് വരാറില്ല. സെക്കൻഡ് ടേമിനോ അല്ലെങ്കിൽ മെയിൻ എക്സാമിനോ മാത്രമാണ് മാപ്പ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. SLCയുടെ കാര്യം പറയുകയാണെങ്കിൽ SLCയിൽ കഴിഞ്ഞ ഇതുവരെയുള്ള ഒരു ഏകദേശം 10 വർഷത്തിന് ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആകെ മാപ്പ് വന്നിട്ടുള്ളത് മോഡൽ എക്സാമിനേഷനും മെയിൻ എക്സാമിനും മാത്രമാണ്. മാപ്പ് എന്തായാലും ഉണ്ട്. പക്ഷെ മാപ്പിന് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രാവശ്യം. മേ ബി
വേൾഡ് മാപ്പ് വരാൻ സാധ്യതകൾ നമ്മൾ കാണുന്നത്. അത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ വരാൻ സാധ്യതയില്ല. പകരം നമ്മൾ ആ സെക്കൻഡ് ടൈമിലേക്കോ മെയിൻ എക്സാമിനേഷനിലേക്കോ വരാനുള്ളത്. ബട്ട് ഫോക്കസ് ചെയ്തേക്കണം, ശ്രദ്ധിച്ചേക്കണം. സോ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ എൻ്റെ മക്കളെ പേടിപ്പിക്കല്ല. നമുക്ക് ആകെയുള്ളത് 18 ദിവസമാണ്. ആ സമയത്ത് നമുക്ക് 6 ചാപ്റ്റർ തീർക്കാനുണ്ട്. ഒരു കൃത്യം പറയുകയാണെങ്കിൽ ഒരു 3 ദിവസം എന്തായാലും നിങ്ങൾ സോഷ്യലിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ സമയത്ത് ഇപ്പോൾ ജോഗ്രഫി പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഏതാണോ നിങ്ങൾ പഠിക്കാൻ ചാപ്റ്റർ അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഒരു പക്ഷേ ചിലർ വായിക്കുന്നവരുണ്ടാവും, ചിലർ എഴുതി പഠിക്കുന്നവരുണ്ടാവും, ചിലർ എന്തെങ്കിലും കാണാതെ പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒറ്റവട്ടം വായിക്കുന്നവരുണ്ടാവും. ഏത് ആൾക്കാരാണെങ്കിൽ പോലും സോഷ്യലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട്, അത്രത്തോളം പേജുകളുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഒരിക്കലും കഴിയില്ല. ആ സമയത്ത് ഏറ്റവും നല്ല സാധനമാണ് എന്ത് ഷോർട്ട് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള. ഷോർട്ട് നോട്ടുകൾ ചെയ്യേണ്ട രീതികളും എല്ലാം തന്നെ നമ്മൾ വീഡിയോകളൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കാണാം. ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ഉദാഹരണത്തിന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്താൽ പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ ഒന്നും രണ്ടും എന്ത് ചെയ്തു മറന്നു പോകുന്ന അവസ്ഥയൊക്കെ അപ്പുറം പോകും, ഇപ്പുറം ചവിട്ടി അപ്പുറം പോകുന്നതാണ്. എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. ഇപ്പം അസ്ര ബാച്ചിലെ മക്കളാണ്, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഉണ്ട്, ഇൻസ്റ്റാൾ ഉണ്ടെങ്കിൽ പോലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുക. സോ ഈ 3 ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക തീരുമാനിക്കുക. ഒരു ദിവസം ഞാൻ പറയുന്നു, ഇപ്പൊ സോഷ്യലിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റർ ആണ്, ഹിസ്റ്ററിൽ 3 ചാപ്റ്റർ. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 ചാപ്റ്റർ തീർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 ദിവസം കൂടി ചാപ്റ്റർ ചാപ്റ്റേഴ്സിന് ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് സുഖം എന്താ സാർ, പിന്നീട് ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ പിന്നീട് ഞങ്ങൾ ലൈവുകളായിട്ട് ഞങ്ങൾ കൊളാബ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ഇപ്പൊ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ലൈവുകൾ വരുന്നുണ്ട്, മാരത്തോണുകൾ വരുന്നുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ സീരീസുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഈ കേട്ടതെന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം കൊണ്ട് തയ്യാറാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള ഒരു 3 ദിവസം നിങ്ങൾ സോഷ്യലിന് വേണ്ടി മാറ്റി വെക്കുക, ജോഗ്രഫിക്ക് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. ആ 3 ദിവസം കൊണ്ട് ആ ചാപ്റ്ററിൽ ഷോർട്ട് നോട്ടും ആ ചാപ്റ്റർ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളതും ഏത് രീതിയിലാണ് അൾട്ടിമേറ്റ്ലി ആ ഒരു ചാപ്റ്റർ എന്താണെന്നുള്ള ബോധം ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഇനി നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് അത് ഏത് ചാപ്റ്റർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ എങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ബാക്കി ഞങ്ങൾ സെറ്റാക്കിക്കോളാം. ബാക്കി ഞങ്ങൾ ഏറ്റു കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു. കാര്യം കൂടെ ഈ പ്രാവശ്യത്തെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അതിൽ 80 മാർക്കിന്റെ ചോദ്യമായിരിക്കും. അല്ല മക്കളെ, 80 മാർക്കിനല്ല നിങ്ങൾക്ക് ഉണ്ടാവാം, 105 മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്തുകൊണ്ട് 105 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നു എന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പയ്യെ കാര്യങ്ങളായി ഓരോന്നും കൃത്യസമയത്തിനനുസരിച്ചിട്ട് നമ്മൾ തരുന്നതാണ്. ഞങ്ങൾ ഇവിടെ സെറ്റാണ്, നിങ്ങളോ. അപ്പം എൻ്റെ മക്കള് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ വരുന്നതാണ്. ചാനൽ എപ്പോഴും നിങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. മാത്രമല്ല ഏതെങ്കിലും മക്കൾ ഇനി അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവിടെയാണ്. അതിലേക്ക് എല്ലാ ക്ലാസ്സുകളും വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് എടുത്ത ക്ലാസ്സുകൾ അവിടെയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഇനി അങ്ങോട്ട് ഒരുമിച്ച് തുടങ്ങാണ്. മക്കൾ തുടങ്ങാൻ റെഡി അല്ലേടാ? യെസ്, നമുക്ക് അടിപൊളിയാകും.